ഹായ്, ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ടാപ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് കാർഡ് സെലക്ട് ചെയ്യാം. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങളോട് ഭയങ്കര സ്നേഹത്തോട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങളെ ഭയങ്കര എന്താ പറയുക, പ്രണയത്തോട് നിങ്ങളെ ഓർത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഭയങ്കര പാഷനേറ്റുള്ള ലവ് ഇല്ലേ, അതാണ് നിങ്ങളോടൊന്ന് ബോട്ടം വന്നിരിക്കുന്നത്. ബാക്കി കാർഡ്സ് നോക്കാം. 3 of Pentacles, 7 of Pentacles, Lovers card, ചാരിയറ്റ് വന്നിട്ടുണ്ട്, 8 of Swords, 10 of Cups, 5 of Wands, 6 of Wands, 9 of Swords, 3 of Swords. ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത്. 3 of Pentacles വന്നിരിക്കുന്നത്, 3 of Pentaclesഉം വന്നിട്ടുണ്ട്, 3 of Swordsഉം വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ആളിപ്പം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തോ നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് ഒരു അകൽച്ചയിലാണെന്ന് തോന്നുന്നു. അതോ നോ കോണ്ടാക്റ്റ് ആണോ, അതോ ഇനിയും ഓൺ ആൻഡ് ഓഫ് റിലേഷനിലാണോ എന്ന്, അതിലെന്തോ ഒരു സംഭവമാണ്. അപ്പം അതിന് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരണം. കാരണം നിങ്ങളാണ് അവർ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് നിങ്ങൾക്കാണ്. അത്രയും നിങ്ങളോട് സ്നേഹത്തോട് ഓർക്കുന്ന നിമിഷങ്ങളാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ 7 of Pentaclesൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവർ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ ഭയങ്കര സ്നേഹത്തോടെ ഓർക്കുന്നതാണ്. നിങ്ങൾ സോൾ കണക്ഷനുള്ള ഒരു റിലേഷനാണ്. അപ്പം യൂണിയൻ ഉടനെ തന്നെ കാണും. ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതിലും കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട ഈ ഒരു വിഷയം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന മുഴുവൻ നിങ്ങൾക്കാണ്. കാരണം അത്രയും നിങ്ങളെ സ്നേഹത്തോട് ഓർത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. പിന്നെ 8 of Swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, അതായിരിക്കാം ട്രാപ്പിലായിരിക്കുന്നത്. എന്തോ ഒരു ട്രാപ്പിലായ അവസ്ഥയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ട്രാപ്പിലായൊരു ഫീലാണ് അവർക്കിപ്പോൾ. അവർക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് സാധിക്കുകയും ചെയ്യും. പിന്നെ എന്തോ ഒരു ബ്ലാക്ക് മാജിക്കോ ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്തോ ഒരു ഫീല്, ആ ഒരു ഫീലിൽ അവരെ കെട്ടിയിട്ടേക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. പിന്നെ 10 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റ് ജീവിക്കുന്ന ഒരു റിലേഷനാണ്. ലൈഫ് ലോങ് അവർ കൂടെ കാണും. ഭയങ്കര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നല്ല ഫാമിലിയായിട്ട് ജീവിക്കുന്ന നല്ലൊരു റിലേഷനാണ് ഇത് കാണിക്കുന്നത്. 5 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ റിലേഷൻ അറിയാവുന്ന കുറേ ആൾക്കാർ ഇതിനകത്ത് എതിർക്കാനും ഉണ്ട്. അവരുടെ ആയാലും നിങ്ങളുടെ ആയാലും ആരുടെ ആയാലും കുറേ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതും ഈ റിലേഷനെ കുറിച്ച് അറിയാവുന്ന ആ ഒരു വ്യക്തിയുടെ ആയാലും നിങ്ങളുടെ ആയാലും കൂടെ ഉള്ളവർ തന്നെയാണ് എതിർക്കാൻ നിൽക്കുന്നത്. പിന്നെ 6 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്.
വിക്ടറി ആൻഡ് സക്സസ് ആണ് 6 ഓഫ് വൺസ്. അവർ നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളും അവരെ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ നല്ലതൊരു പ്രെയർ ചെയ്ത് നടക്കുമായിരിക്കാം. അപ്പോൾ അത് ഉടനെ സംഭവിക്കുന്നുണ്ട്, ഒട്ടും താമസിക്കത്തില്ല. നിങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. ആ എനർജിയാണ്. പിന്നെ 9 ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് അവരെന്തോ കുറച്ച് പേടിച്ച് ദുസ്വപ്നമൊക്കെ കണ്ട് പേടിച്ച് കരയുന്ന ഒരു ഫീലാണത്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ആയിരിക്കാം, ഇല്ല ഈ റിലേഷനെ കുറിച്ചായിരിക്കാം എന്തെങ്കിലുമൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവർ എപ്പോഴും നിങ്ങളുടെ നല്ല ഓർമ്മകളിലും നിങ്ങളിലേക്ക് വരണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ലവേഴ്സ് കാർഡും വന്നേക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തിൽ മാത്രമേ നിങ്ങളെ ഓർക്കുന്നുള്ളൂ, അല്ലാതെ അവർക്ക് ഒരു നെഗറ്റീവും ഇല്ല. അവർക്ക് പറ്റിയ തെറ്റുകളും ഒക്കെ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു കാണിക്കുന്നത്. ചാരിറ്റി വന്നുകൊണ്ട് മാത്രം ഒരു അവർക്ക് എങ്ങനെ അത് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലല്ല, അതെങ്ങനെയാണ് ആ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത്, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ഇതിൽ നിൽപ്പുണ്ട്. പക്ഷേ അവർ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും. കാരണം ഇത് സോൾ കോൺടാക്റ്റ് ഉള്ളൊരു റിലേഷനാണ്, ഡിവൈൻ്റെ സപ്പോർട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഇതാണ് ഈ റീഡിങ്ങിൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.